ഹായ് ഹലോ. ഇന്ന് നമ്മൾ സെമി സോഫ്റ്റ് ബ്രൊക്കേഡിൽ കാഞ്ചിപുരം ഡിസൈൻസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു സെമി ടൈപ്പ് ഓഫ് സാരീസ് ആട്ടോ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് രണ്ട് മോഡലിലുണ്ട്. അതായത് ഒന്ന് വന്നിട്ട് നമുക്ക് ഫുൾ ഒരു ലെഹറിയ പാറ്റേണിൽ നമുക്ക് പറയാം, പക്ഷെ അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു കാഞ്ചിപുരം റെപ്ലിക്ക ആയിട്ടുള്ള ഒരു സെമി സോഫ്റ്റ് ബ്രൊക്കേഡ് സാരി, അത് 1165 എന്ന് പറയുന്ന പ്രൈസിലും, പിന്നെ കോൺട്രാസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്, അത് 1615 കേട്ടോ. അങ്ങനെ രണ്ട് റേറ്റിലാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ആദ്യം കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇനി വരുന്ന ഒരു ഫെസ്റ്റീവ് സീസണും പിന്നെ അതുപോലെ ചിങ്ങത്തിൽ നമുക്ക് വരുമ്പോൾ ബ്രൈഡ്സിനാണെങ്കിലും നമ്മൾക്ക് വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാനും അങ്ങനെയുള്ള പല പല ഒക്കേഷൻ പേർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെയാ വരാം. സാധാരണ ഇത് നമുക്ക് നല്ല റിച്ച് ആയിട്ട് അത്യാവശ്യം നമ്മളൊരു 5000 10,000 റേഞ്ചിൽ വരുന്ന സാരീസിനാണ് ഇതേപോലത്തെ പാറ്റേണിൽ വർക്കും ഡിസൈൻസും വരുന്നത്. അത് തന്നെ നമുക്കൊരു 1615 അതുപോലെ തന്നെ 1565 എന്നുള്ള പ്രൈസിൽ നമുക്ക് ലഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ സിംഗിൾ ടോണിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അത് നോക്കൂട്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ വരുന്നത്. ആൻഡ് ഇത് സിംഗിൾ ടോണിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ബോർഡറിൽ വരുമ്പോൾ ഇതേ കണ്ടോ, ഫുള്ളായിട്ട് ആ ഒരു ഡോട്ട് ഡിസൈൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പല്ലു എങ്ങനെയാ വരണേന്നും കൂടെ കാണാം. ഇതേപോലെ നമുക്ക് പല്ലുപാട്ട് വരും. ഇതേപോലെ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ. നമുക്കിപ്പോ കാഞ്ചീപുരം സാരീസ് ആണെങ്കിലും നമ്മൾ കുറച്ച് ഒരു കൂടിയ റേറ്റിലുള്ള ബ്രൊക്കേഡ് സാരീസ് കൊടുക്കുന്നവർക്ക് അറിയാം, ഇത് ഇങ്ങനത്തെ വർക്ക് ഒക്കെ നമുക്ക് ആ ഒരു റേഞ്ചിലാണ് ശരിക്കും അവൈലബിൾ ആവുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ഇതിലും കൂടെ ലഭിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോ എങ്ങനെയാണെന്നും കൂടെ കാണാം. ഇത് ശരിക്കും ഒരു പീകോക്ക് ഗ്രീൻ കളറാണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു ബ്ലൂ ആയിട്ടാ തോന്നണേന്ന് തോന്നുന്നത്, പക്ഷെ ഇത് ശരിക്കും ഒരു പീകോക്ക് ഗ്രീൻ ആണ്. ആൻഡ് ഇതിന്റെ ബോഡി പാർട്ടിൽ പറഞ്ഞ പോലെ ലഹരിയ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് കേട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചോ. ഓക്കെ, ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോ ആ ലഹരിയ പാർട്ടില്ല, അത് വന്നിട്ട് സ്ട്രെയിറ്റ് ആ ഒരു ഡോട്ട് ഡിസൈൻ മാത്രമായി. അങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ്. അതായത് സിംഗിൾ ടോൺ ആണ്, വേറെ ഒന്നും നമുക്കിപ്പോ ഡുവൽ ടോൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇതിൽ പറയാനില്ല. ഓക്കെ, ആൻഡ് പല്ലു വരുമ്പോ നല്ല ഭംഗിയുള്ള സിംഗിൾ ടോണിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കുഞ്ഞു ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് സിംഗിൾ ടോണിൽ നല്ല ഭംഗിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു 1165 എന്ന് പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഈ സാരി. അപ്പൊ ഇതേപോലെ നമുക്ക് സെയിം തന്നെ സിംഗിൾ ടോണിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല്ലു, ബ്ലൗസ് പീസ് ആൻഡ് ബോഡി പാർട്ട്, അതിന്റെ കളേഴ്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ദേ കണ്ടോ, ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു പൗഡർ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ, ഈ നീല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒലീവ് ഗ്രീനിന്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ബോട്ടിൽ ഗ്രീനിന് നമുക്ക് എക്സാക്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ കളർ കാണുമ്പോൾ ഈ കരയിൽ വരുന്ന ഈ ബോർഡറിൽ വരുന്ന അറ്റത്ത് വരുന്ന കളർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ പട്ട് സാരി ഉടുക്കുമ്പോണ്ടല്ലോ നമുക്ക് പല്ലു പാട്ടിൽ താഴെ നമുക്ക് വേണമെങ്കിൽ കെട്ടൊക്കെ ഇടാം, അല്ലെങ്കിൽ ടാസ്ലിങ്സ് വെക്കാം. നൂലിപ്പോ നമുക്ക് നോർമലി ഇതിലൊക്കെ നൂല് കളഞ്ഞ് നമ്മൾ കെട്ടിട്ട് കൊടുക്കാം, അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൺലൈൻ ആവുമ്പോൾ ചില സാരീസ്, അതായത് ഇപ്പൊ ഈ പറയുന്ന ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു ക്രഷ് ജോർജറ്റ് ആണ്. ഇതിന്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഒക്കെ അറ്റം കണ്ടോ, ഇത് നമുക്ക് എക്സാക്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ മടക്കി അടിക്കണം അല്ലെങ്കിൽ ഇന്റർലോക്ക് ഒക്കെ ചെയ്യേണ്ടതാണ് ശരിക്കും. അങ്ങനത്തെ സാരീസ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഏത് ഷോപ്പിൽ നിന്ന് മേടിച്ചാലും ഇതിങ്ങനെ തന്നെയാണ്. ആൻഡ് മൊഡാൽ സിൽക്ക് അല്ലെങ്കിൽ നമുക്ക് ജോർജറ്റ് ടൈപ്പ് സാരീസ് എന്നൊക്കെ പറയുമ്പോൾ റണ്ണിങ്ങിന് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാ അതിന്റെ അടുത്ത പാട്ടിന്റെ കൂടെ ആ പല്ലുവില് കയറി വരും. അങ്ങനെയുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കസ്റ്റമർ പറഞ്ഞായിരുന്നു, അവർക്ക് അത് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ചിലപ്പോൾ നമുക്ക് അത് ഒന്ന് ഇപ്പൊ നമുക്ക് കസ്റ്റമർ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിവർത്തി കാണിക്കുന്നു, നമ്മൾ എക്സാക്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ഓൺലൈനിലാവുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ അപാകതകൾ വരുന്നുണ്ട്.
അപാകത എന്ന് പറഞ്ഞപ്പോ തന്നെ അപാകതയാണ് കേട്ടോ. അപാകതകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഓരോ കസ്റ്റമർ പറയുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവുന്നതും നമ്മൾ അടുത്ത പ്രാവശ്യം തിരുത്താൻ ശ്രമിക്കുന്നതും ഒക്കെ. പക്ഷെ പെട്ടെന്ന് ബൾക്ക് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന അറിയാമോ? എല്ലാവരും എമർജൻസി, എല്ലാവർക്കും അർജന്റ് ആയിട്ട് വേണം. അപ്പൊ ഇന്ന് വന്ന ഐറ്റം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് അത് കറക്റ്റ് ചെയ്യണം, ബില്ല് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ള ഒരു സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ, സോറി. നെക്സ്റ്റ് വന്നിട്ട് ഒരു റെഡിഷ് പിങ്ക് കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഭയങ്കര ഉദിച്ചൊരു പിങ്ക് ഒന്നുമല്ല, ഒരു കുറച്ച് പിങ്കില് റെഡും കൂടെ കലർന്ന് വന്നിട്ടുള്ള ഒരു കളർ കോംബോ ആണ്. നല്ല ഭംഗിയുണ്ട്, സിംഗിൾ ടോൺ ആണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഫുൾ വർക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് ആയാലും എന്താ പറയാ, ശരിക്കും അതൊരു ഫുൾ ബ്ലാക്ക് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ആ സെറി വർക്ക് വന്നിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റ് ഈ സീസണിൽ നമുക്ക് ഒരു ബ്ലാക്ക് കൊടുത്തു എന്നുള്ള, ചിലർക്ക് ബ്ലാക്ക് കൊടുക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ എല്ലാവരും എല്ലാ ഫംഗ്ഷനും ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ ഏറ്റവും കൂടുതൽ സാരി ഇവിടുന്ന് കൊടുത്തേക്കുന്നതും ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത് ബ്ലാക്ക് സിംഗിൾ ടോണിൽ വന്നേക്കുന്ന ബ്ലാക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് കണ്ടോ, ഒരു ബ്രിക്ക് റെഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ബ്രൈറ്റ് റെഡ് അല്ല, ബ്രിക്ക് റെഡ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ റെഡിന്റെ കൂടെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഓർത്തത്, നമ്മളുടെ പ്യുവർ ജോർജറ്റിന്റെ ബാട്ടിക് സാരീസ് ഒക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് വന്നിട്ടുണ്ട്, ബ്ലൂ വന്നിട്ടുണ്ട്, മെറൂൺ റെഡ് വന്നിട്ടുണ്ട്, മെറൂൺ വന്നിട്ടുണ്ട്, പിന്നെ ഞാൻ ബ്ലൂ പറഞ്ഞില്ലേ, ബ്ലൂ പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു മസ്റ്റർഡ് ഓറഞ്ച് യെല്ലോ മിക്സ് ഉണ്ടായിരുന്നു. എല്ലാ കളേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ വീഡിയോന്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ബാട്ടിക്ക് നല്ല പ്യുവർ ജോർജറ്റ് ആണ് കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ആ ഒരു ജോർജറ്റ് സാരിയാണ് കേട്ടോ കൊടുത്തു എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് കണ്ടോ, നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇപ്പൊ കളർ കാണാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോർഡറിന്റെ താഴെ കാണുന്ന കളർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാരീസ് വരുമ്പോഴാണ് ഈ ചേഞ്ച് ഇത്രയും നമുക്ക് അറിയാൻ പറ്റാത്തത് കേട്ടോ. പക്ഷെ ഇതിന്റെ പല്ലൂലുണ്ടല്ലോ ഈ വർക്ക് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ആണെന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, കണ്ടോ, നല്ല ഡിസൈൻ ആണ് കേട്ടോ. ആൻഡ് അപ്പൊ ഇതിന്റെ പല്ലു ഇങ്ങനെ, ബ്ലൗസ് പീസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡോട്ട്സ് ആണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് കളർ വന്നിട്ട് നമ്മുടെ പീകോക്ക് ഗ്രീൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഉണ്ടോ, ബോർഡറിൽ കളർ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ പട്ടുപാവാട അല്ലെങ്കിൽ നമ്മുടെ പോളി കോട്ടൺ സിൽക്കിലൊക്കെ ഈ ഒരു കളർ നമുക്ക് കുറേ നമുക്ക് ആ സെറ്റ് സാരി സെറ്റ് മുണ്ടിനൊക്കെ പോകുന്ന ഒരു കളർ കോംബോ ആണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ ബ്ലൗസ് അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സെറ്റ് സാരി സെറ്റ് മുണ്ടിനൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെയും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ഗ്രീൻ. അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. 1165 ആണ് ഞാൻ ഇപ്പൊ കാണിച്ച മോഡൽസ്. ഇനി നമുക്ക് അടുത്തതും കൂടെ കാണാം. ചിങ്ങമാസം ആവാറായി, കല്യാണത്തിനൊക്കെ പോകാൻ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സിംഗിൾ ടോണിലുള്ള സാരീസ് ഒക്കെ കണ്ടു. അപ്പൊ നമുക്ക് ഇനി ബോർഡറിൽ കളറ് മാറ്റം വരുന്ന, അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് സാരീസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ബ്രൈറ്റ് ഒന്നുമല്ല. ഈ സാരിയുടെ കളർ എന്നൊക്കെ പറയുന്നത് ഒരു റയർ കോംബോ ആണോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വരും. കണ്ടോ, ഇത് ശരിക്കും ഒരു മെറൂൺ, ചെങ്കൽ അതൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇതിന്റെ ബോർഡർ കണ്ടോ, ഗ്രീൻ ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ശരിക്കും. ഇത് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ എത്രത്തോളം അറിയണ്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ശരിക്കും ഇത് കാണാനായിട്ട്. നമുക്ക് ചില കളേഴ്സ് ബ്രൈറ്റ് ആയാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷെ ചില കളേഴ്സ് നമുക്ക് ഇങ്ങനെ സട്ടിലായിട്ട് വന്നാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിങ്ങനെ ഒരു ഡസ്റ്റി ഷെയ്ഡ് ആയതുകൊണ്ടേ ഇതിന്റെ പല്ലൂല് വരുന്ന ഡിസൈൻസ് അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷെ ഇതിലിങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ ചെറിയ പാറ്റേൺ തന്നെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിന്റെ പല്ലൂല് ഈ ഗ്രീൻ കോമ്പിനേഷൻ അവിടെ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ ഗ്രീൻ ആണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ കോൺട്രാസ്റ്റ് ആയിട്ടാ വരണേന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. നമ്മുടെ ബോർഡറിൽ ഏത് കളറാണോ വരുന്നത് അത് തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസിലും വരുന്നത് കേട്ടോ. ബ്ലൗസ് പീസിൽ വരുമ്പോ ആ ചെറിയ കസവും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ, ഒരു
പിങ്കിഷ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. കണ്ടോ? അപ്പൊ ഈ ഗ്രീനിൽ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ, ഈ ഡിസൈൻ തന്നെയാണ് കേട്ടോ പല്ലൂല് വരുന്നത്. ആൻഡ് ബോർഡറിൽ വരുന്ന കളറാണ് നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ വരുന്ന ഒരു സാരിയാണ്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി തെളിച്ചത്തിൽ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കാണിക്കുകയാണേ. കണ്ടോ? ഓ ഇല്ല, ഈ ഒരു ഡിസൈനാണ് വരുന്നത്. അതായത് നമ്മള് ഫുൾ ബോഡിയിൽ കാണുന്ന ഡിസൈൻ കുറച്ചും കൂടെ വലുതായിട്ട് പല്ലൂല് വരും. അങ്ങനെ കേട്ടോ. ആൻഡ് പല്ലൂല് ഈ ഒരു റെഡ് കോംബോവും കൂടെ ചേർന്നാണ് വരുന്നത്. ഓ ശരിക്കും എന്റെ വളയുടെ നല്ല മാച്ച് ആയിട്ടുള്ള കളർ കണ്ടോ. ആൻഡ് ബ്ലൗസ് പീസ് വരുമ്പോ ഇതേപോലെ റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്കിഷ് റെഡ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ നൂല് കാണുമ്പോൾ ശ്രദ്ധിച്ചറിയാം. കണ്ടോ? ഇതിന്റെ കൂടെ ഈ രണ്ടും കൂടെ ഇടകലർന്ന് വന്നേക്കുന്ന നൂലാണ്. ഇപ്പൊ പിങ്കും ഗ്രീനും സെപ്പറേറ്റ് അല്ല ഇവിടെ കാണുന്നത്. ഇതിലെല്ലാം ഇത് രണ്ടും കൂടെ മിക്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് വരുമ്പോ പീകോക്ക് ബ്ലൂല് ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ. രണ്ട് ത്രെഡും കൂടെ മിക്സ് ആയി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇതേ സെയിം ഡിസൈൻ തന്നെ ഈ ബോർഡറിൽ കാണുന്നത് ബ്ലൗസിൽ വരും, പല്ലൂല് ചെറിയൊരു ബോർഡറിൽ അത് കാണാനുണ്ടാവും കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1615 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്കൊരു ഡസ്റ്റി ഷെയ്ഡ് ആണെങ്കിലും ഒരു സാൻഡൽ ഗ്രീൻ അങ്ങനത്തെ ഒരു മിക്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇപ്പൊ ത്രെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇതേപോലെ നമുക്കൊരു എന്താ പറയാ, ഒരു ഡസ്റ്റി ബ്രൗൺ ചിക്കു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിൽ ഇതേപോലെ ഗ്രീനും കൂടെ, ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ ബോർഡറിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഒലീവ് ഗ്രീൻ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡും അതിനോടൊപ്പം തന്നെ ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഈ ഡാർക്ക് പേർപ്പിൾ ആയിരിക്കും വരുന്നത്. ഇതും കൂടെ കണ്ടോളൂ. കണ്ടോ? ഇങ്ങനെ വരും കേട്ടോ. പല്ലു പാട്ടിൽ കണ്ടോ? അപ്പൊ പല്ലു കാണുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നില്ലേ, ഈ രണ്ട് കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. അപ്പൊ പല്ലുവിൽ വരുന്ന കോമ്പിനേഷനിൽ ആ വർക്കിൽ, ആ ബോഡിയിൽ വരുന്ന വർക്ക് കുറച്ച് വലുതായി വരും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബ്ലൗസ് പീസ് കണ്ടോ? നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ്. കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഇതിലത്തെ കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഈ നൂല് നോക്കുമ്പോഴാണ് ഞാൻ എക്സാക്റ്റ് അറിയാമെന്ന് പറയാൻ കാരണം. ഇത് രണ്ടും കൂടെ മിക്സ് ആയി വന്നിരിക്കുന്ന ആ ഒരു കളറാണ് ഇത് ഫുള്ള്. അതിന്റെ കൂടെ ഗോൾഡൻ ത്രെഡും കൂടെ ആഡ് ചെയ്ത് വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നെക്സ്റ്റ് പേർപ്പിൾ ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു ഷെയ്ഡ്, നല്ലൊരു ഡിസൈൻ ആണ്. കുറേ നമുക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ഹാൻഡ് പിക്ക് ആയിട്ട് കുറച്ച് 2 ഡിസൈൻ എടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു മസ്റ്റർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ഗോൾഡൻ സെറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ മസ്റ്റർഡ് യെല്ലോ എന്ന് എക്സാക്ട് പറയാൻ പറ്റാത്തത്. ശരിക്കും ഇത് മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്, പക്ഷെ അതിൽ ഗോൾഡൻ സെറി, ഈ ഫുള്ളും ഗോൾഡൻ സെറി വർക്ക് വന്നേക്കല്ലേ. അപ്പൊ അതിന്റെ ഒരു ഷെയ്ഡിന്റെ ഒരു ഡുവൽ ടോൺ വ്യത്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇത് പീകോക്ക് ഗ്രീൻ പ്ലസ് മെറൂൺ റെഡ് ആണ് കേട്ടോ. ശരിക്കും കണ്ടോ? പീകോക്ക് ഗ്രീനിലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസും മെറൂൺ റെഡില് അതിനേക്കാളും ചെറിയ ഡിസൈനിൽ ആ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലോട്ടസ് പിങ്ക് ഷെയ്ഡാണ്. ലോട്ടസ് പിങ്കിൽ ഒരു പീകോക്ക് ഗ്രീൻ കോമ്പിനേഷനിലാണ് ബോർഡർ വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കാരണം ലോട്ടസ് പിങ്ക് എന്ന് പറഞ്ഞാലും കുറച്ചൊരു സട്ടിൽ ആയിട്ടുള്ള ഒരു ഡസ്റ്റി ഷെയ്ഡ് ആയതുകൊണ്ട് ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള, നമുക്ക് 2 ടൈപ്പിൽ വന്നിരുന്നു. ശരിക്കും നല്ല ഉദിച്ച ലോട്ടസ് പിങ്കും വന്നിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ഡസ്റ്റി ടോണിലാണ് വന്നേക്കണേ. കാരണം ഫുള്ളായിട്ട് ഗോൾഡൻ സെറി വരുന്നതുകൊണ്ടാണ് ആ വ്യത്യാസം അറിയുന്നത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോന്റെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാരിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9846086664 എന്ന് പറയുന്ന ആട്ടോ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ റീസെന്റ് നമ്മൾ ഒത്തിരി പുതിയ കളക്ഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റീസെന്റ് നമ്മുടെ ലോങ് വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് കുറെ കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം, ഷോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ.